റിയാദിലെ ജയിലിൽ 20 വർഷമായി തടങ്കലിൽ കഴിഞ്ഞിരുന്ന അബ്ദുൾ റഹീം ഒടുവിൽ ജയിൽ മോചിതൻ. മോചന ഉത്തരവിൽ ഒപ്പുവച്ചു. അബ്ദുൾ റഹീമിന്റെ മോചനത്തായുള്ള ദയാധനം സുരുക്കൂട്ടാൻ കേരളം ഒന്നാകെ കൈകോർത്തിരുന്നു. റിയാസ് കേമാറുണ്ട് വിവരങ്ങളുമായി. റിയാസ്, അങ്ങനെ ഒടുവിൽ ആ ആശ്വാസ വാർത്തയെത്തുന്നു. നിയമത്തിന്റെ എല്ലാ നൂലാമാലകളും ഒഴിവാക്കി നാട്ടിലേക്കുള്ള വഴി അബ്ദുൾ റഹീമിന്റെ മുന്നിൽ തുറക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഓരോ മലയാളിയും കാത്തിരുന്ന ഒരു നിമിഷം എന്ന് പറയാം. അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവിൽ സൗദിയിലെ ജയിൽ അധികൃതർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സൗദി അധികൃതർ ഒപ്പുവെച്ചിരിക്കുന്നു എന്ന വിവരമാണ് റിയാദിൽ നിന്നും റഹീം നിയമസഹായ സമിതി അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഈ റഹീം നിയമസഹായ സമിതിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രവർത്തനം തന്നെ നടന്നു വരികയായിരുന്നു. റഹീമിന്റെ ഈ ശിക്ഷാ കാലാവധി ഈ മാസം 20-ന് പൂർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് റഹീമിന് പെട്ടെന്ന് തന്നെ മോചനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ബലിപെരുന്നാളിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് നാട്ടിലെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ബലിപെരുന്നാൾ ദിനത്തിൽ റഹീം വീട്ടിലേക്ക് എത്തിയാൽ പോലും ഇനി അത്ഭുതപ്പെടാനില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മോചന നടപടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എമിഗ്രേഷൻ നടപടികളാണ് പൂർത്തീകരിക്കേണ്ടത്. വിസ നടപടികൾ അടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാനുള്ള കാലാവധി മാത്രമാണ് ബാക്കിയുള്ളത്. അതൊരുപക്ഷെ അടുത്ത ദിവസം തന്നെ പൂർത്തിയാകും. ഏത് സമയത്തും റഹീം ഇന്ത്യയിലേക്ക് റഹീമിനെ സൗദിയിൽ നിന്നും കയറ്റി അയക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴയിലെ വീട്ടിലേക്ക് ഫാത്തിമ ഉമ്മ എന്ന ആ മാതാവിന്റെ മുൻപിലേക്ക് ഈ മകൻ 20 വർഷങ്ങൾക്ക് ശേഷം ആ മകൻ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയ്ക്ക് നമുക്ക് ഏത് സമയത്തും ഒരുപക്ഷെ സാക്ഷിയാകാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്കാണ് ഈ ഒരു നിമിഷം എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ മലയാളി സമൂഹം ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി 34 കോടി രൂപ സ്വരൂപിച്ച് അത് ഈ റഹീമിന്റെ മോചനത്തിനായി ദിയാദനം നൽകുന്നതിന് വേണ്ടി നൽകിയ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ദിയാദനത്തിലൂടെ നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നീട് 2 വർഷം കൂടി അധിക തടവ് എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ശിക്ഷാ കാലാവധി 20 വർഷമാക്കി സൗദി റിയാദിലെ ക്രിമിനൽ കോടതി അത് നിജപ്പെടുത്തുകയും അങ്ങനെ 20 വർഷത്തെ ശിക്ഷാ കാലാവധി ഈ മാസം 20-ന് അദ്ദേഹം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ മോചനം സംബന്ധിച്ച നടപടികൾ അതിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, അത് തന്നെയാണ്. എന്നാലും 20 വർഷത്തെ കാത്തിരിപ്പ്, ആ ഉമ്മയുടെ കണ്ണീര് അവസാനിക്കുന്നു. ആശ്വാസ വാർത്ത തന്നെയാണ് റിയാദിൽ നിന്നെത്തുന്നത്. 20 വർഷമായി തടങ്കലിൽ കഴിഞ്ഞിരുന്ന അബ്ദുൾ റഹീം ഒടുവിൽ ജയിൽ മോചിതനാകുകയാണ്. ഇനി ഇമിഗ്രേഷൻ നടപടികളടക്കം പൂർത്തിയാക്കി ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ. റിയാസ് കേമാറാണ് വിവരങ്ങൾ നൽകിയത്.